ആശാനെ ഇതൊന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ. സതീശൻ ഉണ്ടാക്കുന്ന കാണാമല്ലോ. ആശാനെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് നിനക്ക് പിന്നെ അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ജൂൺ 15 മുതൽ നടപ്പാക്കും. പദ്ധതി എന്ത് വേണമെങ്കിലും നടപ്പിലാക്കിക്കോ, പക്ഷെ ആശാൻ തൃപ്തനല്ല. ഇപ്പൊ കാണാം. എന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും KSRTC നടത്താൻ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പേടിക്കാനൊന്നും നിൽക്കണ്ട, നിർത്തൂല. കേരയിൽ വരികയാണ്. കുബുദ്ധിയാണല്ലോ കയ്യിലുള്ളത്. ഗ്രഹപ്പഴ സമയമാണല്ലോ. അപ്പോഴാണ് പുതിയ സർക്കാർ ആ പ്രഖ്യാപനം നടത്തിയത്. സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ലല്ലോ. ഈ നാട്ടുകാരെങ്ങനെ നിന്റെ മുഖത്ത് നോക്കുന്നു? അപ്പം വിറ്റ് തിരിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് ആ നഗ്ന സത്യം വിൽക്കാൻ പോയ ആൾ തിരിച്ചറിഞ്ഞത്. കയ്യിൽ ഒറ്റ പൈസ ബാലൻസ് ഇല്ല. അപ്പം വിറ്റ് കിട്ടിയ പൈസ മുഴുവൻ ടിക്കറ്റ് എടുക്കാൻ കൊടുത്തു. പിന്നെ ബാക്കി വേണ്ടേ? എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അങ്ങനെ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഒരു ഹാസ്യ കഥാപാത്രമായി മാറിയ മഞ്ഞക്കുറ്റി ഓർമ്മയായി. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ കൈപൊക്കാൻ അറിയാവുന്നവന്മാരൊക്കെ ഇവിടെ നേതാവില്ല. അവന്മാര് കൈ പൊക്കി പൊക്കി നാട് പൊങ്ങാതായി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ ഇതിന് മുമ്പ് തന്നെ വഴിക്ക് വെച്ച് നിർത്തി പോയതാണല്ലോ. കാരണം അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയില്ല. ഇനി നമ്മുടെ പരിധി ഈ നാട്ടിൽ വേവും തോന്നില്ല. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. മഞ്ഞക്കുറ്റികൾ ആവശ്യമുള്ളവർ ഈ കുറ്റിയടിച്ച പറമ്പിന്റെ ഉടമകളുമായി ബന്ധപ്പെടേണ്ടതാണ്. കേരളത്തിന്റെ വളർച്ച ഒരു 25 വർഷം അപ്പുറത്തേക്ക് കണ്ട് പ്ലാൻ ചെയ്ത പ്രവർത്തനമാണ് വഴിക്ക് വെച്ച് തടസ്സപ്പെട്ട് നിന്നുപോയത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. എന്തുകൊണ്ട് തോറ്റു എന്നത് കണ്ടെത്താനുള്ള പരിശോധന പാർട്ടി തുടരുകയാണ്. എന്തുകൊണ്ട് ഈ തോൽവി ഉണ്ടായി? പോയി ചോദിച്ചാൽ മതി. ചുമ്മാ ഭയം ഒട്ടും കൂടാതെ വിമർശിക്കാമെന്നുള്ള സംസ്ഥാന സെക്രട്ടറിന്റെ നിർദ്ദേശം കിട്ടിയോണ്ട് തന്നെ സഖാക്കളൊക്കെ നിന്നങ്ങ് വിമർശിക്കുകയാണ്. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. എന്താ കഥ? വരുന്ന ജില്ലാ കമ്മിറ്റികളിൽ സഖാക്കളൊക്കെ നല്ല നിവർന്ന് നിന്ന് നേതാക്കന്മാരെ മുഖത്ത് നോക്കി ഓരോരോ കാര്യങ്ങൾ പറയാണ്. ഏതൊരാളെയും വിമർശിക്കാം. ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ? ഒരു ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം അത് പോയി ചോദിച്ചാൽ മതി. പിണറായി വിജയന്റെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. മുഖ്യമന്ത്രി എന്തെങ്കിലും കാര്യവൃത്തം ചെയ്തു എന്നുള്ള അഭിപ്രായമില്ല. MP ഗോവിന്ദന് അദ്ദേഹം എന്താ അവധം ചെയ്തത്? അദ്ദേഹം എന്തെങ്കിലും വ്യക്തിപരമായി എന്തെങ്കിലും അവധം ചെയ്തു? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നുമില്ല. കൃഷ്ണപിള്ളയും അഴുക്കോടനും EMS ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയെന്നെ. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം. സംസ്ഥാന സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പോലും ഇല്ലാതെ സംസാരിക്കുന്നു. അല്ല, ഞങ്ങൾ വിമർശിക്കാനാണല്ലോ പറഞ്ഞത്. അങ്ങനത്തെ ആൺകുട്ടികൾ ആരാ ഈ കരയിൽ വേറെ? അത് ടീച്ചർ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അടുത്ത കമ്മിറ്റിയുടെ വിമർശനം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത നടപടി ശരിയല്ല. ഞങ്ങൾ ഈ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി ഏകണ്ഠമായിട്ടാണ് ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്ന് ചർച്ച ചെയ്തപ്പോൾ സഹ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരട്ടെ എന്ന് തീരുമാനിച്ചു. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു. മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഇങ്ങനെ പോയാൽ കേരളം ബംഗാളാവുമെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. വിമർശനവും സ്വയം വിമർശനവും എല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുക. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണവും ഇല്ല, ബുദ്ധിയില്ലെന്ന്. MP ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കകത്തെ എന്ത് നടന്നാലും എല്ലാം സർവ്വസമ്മതമായി അംഗീകരിക്കുന്ന ഏർപ്പാടൊന്നും ഞങ്ങൾക്കില്ല. എന്ത് പ്രഹസനമാണ് സജി? ചന്ദ്രൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം ചെറിയ വെറൈറ്റി ഉള്ളതാണ്. പാർട്ടി കമ്മിറ്റികളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടി കമ്മിറ്റിയിൽ പറയും. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? MP ഗോവിന്ദൻ ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോൾ 100 പേരെങ്കിലും പാർട്ടിക്ക് എതിരാവുന്നു. അതുകൊണ്ട് തന്നെ അതിന്റേതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്.
ഒരു പുനഃപരിശോധിക്കണം എന്നായി പറഞ്ഞു നിങ്ങൾ പറയുന്നത്. എന്റെ അനന്ത താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ അയ്യപ്പ സംഗമം അബദ്ധമായെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. കരുതില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. CPIM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വിമർശനം. അത് നിങ്ങളെ പാർട്ടിയല്ലേ? ആ പാർട്ടിക്ക് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് എന്താ? എന്തോ എങ്ങനെ ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. പിണറായി വിജയന്റെ പല സമീപനങ്ങളും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ. അദ്ദേഹത്തിന് പകരം വെക്കാൻ ആരാ ഉള്ളത് കേരളത്തിൽ? സത്യം പറയട്ടെ, ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. പറ. സഖാ പിണറായിയുടെ കഴിവും പ്രാപ്തിയും അനുഭവങ്ങളും ഒരു പ്രധാന അമൂല്യ സമ്പത്താണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. കണ്ണൂർ ജില്ലയിലെ പാർട്ടി കോട്ടകൾ ഉൾപ്പെടെ തോറ്റതിന് ആദ്യമായി കാരണം കണ്ടെത്തിയിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. മതം നോക്കി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്ന് മതം നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒന്നുകളഞ്ഞോ അയ്യോ ഊഹിക്കുന്നുടാ. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ. ഇട്ടിക്കണ്ടപ്പാ മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.